സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ കെ എം പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്? ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. ഏത്? ആൻസർ ഓപ്ഷൻ ബി അഗസ്തീശ്വരം. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ പെരിയാർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഇനാമൽ. ഏത് ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ആൻസർ ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 5 ലക്ഷം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ എ 310 കെൽവിൻ. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി രാസോർജം ഗതികോർജമാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു.
ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ഡയോറ്റോമിക് തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി. തന്നിരിക്കുന്നവയിൽ രണ്ടും മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്ന പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ആറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഓപ്ഷൻ ഡി ഓക്സിജൻ.